2 ദിവസം മുമ്പ് MSC എൽസ എന്ന കപ്പൽ മുങ്ങി കൊച്ചി പോർട്ടിൽ നിന്ന് ഏകദേശം 75-80 കിലോമീറ്റർ അകലെയായിട്ട്. ഇവിടെ ചാനലുകാരെല്ലാവരും വിളിച്ചു പോയിക്കൊണ്ട് നടന്നു. പിന്നെ യൂട്യൂബർമാർ അതിൻ്റെ പുറകെ അതിൽ നിന്ന് സ്ഫോടനം ഉണ്ടാവും, ഹസാഡസ് കെമിക്കലുണ്ട്, കാൽസ്യം കാർബൈഡ് പൊട്ടിത്തെറിക്കും, കണ്ടെയ്നർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ തീപിടുത്തം ഉണ്ടാവും, ഭൂകമ്പം പോലെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എല്ലാ ചാനലിലും വാണിംഗ് ആയിരുന്നു. ഏതെങ്കിലും ഒരു കണ്ടെയ്നർ പൊട്ടിയോ? ഇല്ല. ഞാൻ ഏക വ്യക്തിയാണ് പറഞ്ഞത് ഇത് പൊട്ടത്തില്ല എന്ന്. പല ചാനലുകാരും കെമിസ്ട്രി പ്രൊഫസർമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു, റിട്ടയർ ആയവരെ അല്ലാത്തവരെയൊക്കെ. എന്നിട്ട് പറഞ്ഞത് ഹസാഡസ് കെമിക്കലാണ്, അത് എക്സോതെർമൽ എന്ന് കുറേ വാക്കുകളൊക്കെ വെച്ചങ്ങ് താങ്ങി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഇത് പൊട്ടിത്തെറിക്കും, പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ വലിയ അപായം ഉണ്ടാകും, അപകടം ഉണ്ടാകും എന്നൊക്കെ. പൊട്ടിയോ? പൊട്ടിത്തെറിച്ചോ? ഒരെണ്ണെങ്കിലും പൊട്ടിത്തെറിച്ചോ? 48 മണിക്കൂർ കഴിഞ്ഞില്ലേ? എന്താ പൊട്ടാത്തത്? അല്ലെങ്കിൽ ഈ പ്രമോദ് പെരുമ്പായ്ക്കാട് എന്നുള്ള വ്യക്തി പറഞ്ഞത് പൊട്ടത്തില്ല എന്ന് പറഞ്ഞു. അതിന് ഞാൻ മാത്രം സ്മാർട്ടുള്ളതെന്നാണോ? അല്ല, ഞാൻ സത്യമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ ഈ ചാനലുകാർ നിങ്ങളെ കള്ളവാർത്തകൾ കാണിച്ച് കേൾപ്പിച്ച് പറ്റിക്കുകയാണ്. അവർക്ക് പാവപ്പെട്ട ജനങ്ങൾ ഇതുപോലുള്ള കള്ളവാർത്തകൾ കേട്ടിട്ട് അതിലേക്ക് നോക്കിയിരിക്കണം, വീണ്ടും വീണ്ടും കാണണം. എന്താ ഇപ്പൊ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞ് സസ്പെൻസ് കയറ്റണം. എങ്കിലേ അവരുടെ ടിവിയിലേക്ക് ആളുകൾ നോക്കിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നടത്തുന്ന മനുഷ്യത്വമില്ലാത്തൊരു ശ്രമമാണിത്, ഈ കള്ളവാർത്ത പ്രചരിപ്പിക്കുന്നത്. ജനങ്ങൾ ദയവായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇവർ ഈ ചാനലുകാർ പറയുന്നത് കേട്ട് എടുത്തിയാടി അതിൻ്റെ മുകളിൽ സമയം മെനക്കെടുത്തരുത്. ഇനി ഞാൻ യൂട്യൂബറെ കുറിച്ച് പറയാം. ഇവിടെ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു യൂട്യൂബറാണ് മറുനാടൻ എന്ന് പറയുന്നത്. മറുനാടൻ TV അല്ലെ ഷാജിൻ സ്കറിയ. ഇയാളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വാർത്തയിടുന്നത്. ഇയാൾ എഴുതുകയാണ് ഭൂകമ്പം ഉണ്ടാവുമോ, കൊച്ചി നഗരത്തിന് തീ പിടിക്കുമോ എന്നൊക്കെ എഴുതി. ഇവർക്കൊക്കെ ഉണ്ടല്ലോ ശരിക്കും മനുഷ്യനെ എങ്ങനെയും പറ്റിച്ച് ഊറ്റിയെടുത്ത് സബ്സ്ക്രൈബർ ലിസ്റ്റ് കൂട്ടുക, അതല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കൂട്ടുക, കാശുണ്ടാക്കുന്ന ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ 2 ദിവസം മുമ്പ്, അതായത് ഈ അപകടം ഉണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇത് പൊട്ടിത്തെറിക്കില്ല, ഈ കണ്ടെയ്നറിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് സയന്റിഫിക് വാക്കുകളൊന്നും ഇല്ലാതെ, കെമിസ്ട്രി പ്രൊഫസറുടെ ഒന്നും സഹായമില്ലാതെ ഒരു വിശദീകരണം തരാം. കണ്ടെയ്നറിനകത്തുള്ള കാൽസ്യം കാർബൈഡ് എന്ന ഹസാഡസ് കെമിക്കൽ അത് വെള്ളവുമായിട്ട് ചേർന്നാൽ പൊട്ടിത്തെറിക്കും. വെള്ളവുമായിട്ട് എങ്ങനെ ചേരും? കണ്ടെയ്നറിനകത്തേക്ക് കയറണം. കണ്ടെയ്നറിനകത്തോട്ട് കയറണം എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ആ ലീക്കിൽ കൂടി വെള്ളം അകത്തോട്ട് കയറും. അപ്പോൾ ആ ലീക്കേജ്, ആ തുളയിൽ കൂടി വെള്ളം അകത്തോട്ട് കയറാമെങ്കിൽ അതിനകത്തുണ്ടാകുന്ന അസറ്റിൽ എന്ന് പറഞ്ഞ ആ വാതകം അതിന് പുറത്തേക്കും വരാമല്ലോ. അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കൂടെ ബബിളായിട്ട് മുകളിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ന്യൂട്രലൈസ് ആയി പോയില്ലേ? ഈ ഒരൊറ്റ ലോജിക്ക് ഞാൻ ഉപയോഗിച്ചുള്ളൂ, ഇത് പൊട്ടിത്തെറിക്കില്ല എന്ന്. അല്ലാതെ സയൻസിന്റെ പുസ്തകമൊന്നും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തുള വഴി, ഒരു ലീക്കേജ് വഴി വെള്ളം അകത്തോട്ട് കയറാമെങ്കിൽ അതേ തുള വഴി ഈ പറഞ്ഞ വാതകത്തിന് പുറത്തേക്ക് പോകാൻ പറ്റും. അതിനകത്തൊരു പ്രഷർ ബിൽഡപ്പ് ഉണ്ടാവില്ല, അതിനുള്ളിലെ മർദ്ദം കൂടില്ല. ഈ കോളേജിലെ പ്രൊഫസർ എന്താണ് പറഞ്ഞത്? അതിനുള്ളിൽ പ്രഷർ കൂടും, കണ്ടെയ്നറിനകത്ത് പ്രഷർ കൂടിയിട്ട് അതിഭയങ്കരമായ എക്സ്പ്ലോഷൻ ഉണ്ടാവും. എങ്ങനെ? എന്താ പ്രൊഫസറെ ഇതൊക്കെ? ഇതിനകത്ത് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞ് വരുന്നവന്മാരുണ്ടല്ലോ, ഒന്നിൽ ഇവർക്ക് TV സ്ക്രീനിൽ അവരുടെ മോന്ത കാണിക്കണം, എന്നിട്ട് നാട്ടുകാരോടും ഭാര്യയോടും ഒക്കെ പറയണം, കണ്ടോ ഞാൻ വലിയ സാറായി, ഇത്രയും കാലം ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ് ജീവിച്ചത്, TV എൻ്റെ മുഖം വന്നു, അവരെന്നെ വിളിച്ചു. ഇതൊരു കാര്യം. ഇതല്ലെങ്കിൽ ഇവർക്ക് ഈ ചാനലുകാർ കാശ് കൊടുത്തിട്ട് ഉമ്മാരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണ്. ഇവർക്കൊന്നും വിവരമില്ലാന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവരൊക്കെ ലബോറട്ടറിയിലെ ടെസ്റ്റ് ട്യൂബിനകത്ത് ഓരോ കെമിക്കൽ ഇട്ടിട്ട് കളിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇവർക്കാർക്കും പ്രാക്ടിക്കലായിട്ട് യാതൊരു വിവരവും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വിവരക്കേട് പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് മറ്റൊന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവരൊക്കെ ഉണ്ടല്ലോ കാശ് മേടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ജനങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ പരിഭ്രാന്തിയിലാക്കുക, അല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവുമില്ല. ഈ കണ്ടെയ്നർ പൊട്ടിത്തെറിക്കാത്തതുകൊണ്ടല്ലോ ഇവന്മാർക്കങ്ങ് സാധിക്കുന്നില്ല. ഈ കള്ളം പറഞ്ഞവർക്ക് അവർ പുതിയ കഥയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കപ്പൽ മുക്കിയെന്നുള്ളതിന് തെളിവുണ്ട്. അത് വിഴിഞ്ഞം പോർട്ടിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്, കേരള സർക്കാരിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മോഡിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെതായ രീതിയിൽ ഓരോ കഥകൾ മെനഞ്ഞെടുക്കുന്നുണ്ട്. ദയവായിട്ട് ഇതൊന്നും കണ്ട് സമയം കളയരുത്. ഈ കെമിക്കൽ ഷിപ്പിംഗ്, അതായത് രാസപദാർത്ഥങ്ങൾ നമ്മൾ ഷിപ്പിൽ കയറ്റി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും ഒരുപാട് പ്രീക്കോഷൻസ് എടുക്കാനുണ്ട്. ഇത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഞാൻ പറയുന്നത്. എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ പല സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്തപ്പോൾ എടുക്കേണ്ടി വന്ന മുൻകരുതലുകൾ, അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. വലിയ വിശദീകരണമൊന്നുമില്ല. നമ്മൾ എന്ത് സാധനം വിദേശത്തേക്ക് കയറ്റി അയക്കുകയാണെങ്കിലും ആ സാധനം പ്രോപ്പർലി ഫുള്ളി പാക്ഡ് ആയിരിക്കണം.
മഴവെള്ളം വീണാൽ പോലും ഈ അകത്തിരിക്കുന്ന സാധനത്തിന് ഡാമേജ് വരാൻ പാടില്ല. ആദ്യം അവർ ചോദിക്കുന്ന മെറ്റാലിക് ബോഡിയുള്ള ആണോ, അതോ തടി കൊണ്ടുള്ളതാണോ, അതോ ഇത് കെമിക്കലാണോ, ഫുഡ് പ്രോഡക്റ്റ് ആണോ എന്നുള്ള കാറ്റഗറൈസേഷൻ ഉണ്ട്. അതനുസരിച്ച് ഓരോ സാധനങ്ങളും ഇതുപോലുള്ള പാക്കറ്റുകളിലാക്കണം. നമ്മൾ പ്ലൈവുഡ് കൊണ്ട് ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറെ മെഷീന്റെ പാർട്ട് ഇട്ടാൽ പോലും ആ പ്ലൈവുഡിനെ വീണ്ടും പ്ലാസ്റ്റിക് ഫിലിം കൊണ്ട് സ്ട്രെച്ച് ഫിലിം കൊണ്ട് ചുറ്റണം. എന്തിനാന്ന് വെച്ചാൽ ഏതെങ്കിലും കാരണവശാൽ മഴവെള്ളം വീണിട്ട് അകത്തുള്ള പ്രോഡക്റ്റ് കേടായെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നയാളോ അല്ലെ വാങ്ങിക്കുന്ന ആ രാജ്യമോ ഒരിക്കലും ഒരു കംപ്ലൈന്റ് പറയാൻ പാടില്ല. അവർ സാധനത്തിന് തിരിച്ചയക്കാൻ പാടില്ല. പിന്നെ ഇൻഷുറൻസ് കമ്പനിക്കാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാരുടെയും കൂടെ നിയമമാണ് ഇങ്ങനെയുള്ള ഡബിൾ ട്രിപ്പിൾ പാക്കിംഗ് ഒക്കെ വേണമെന്നുള്ളത്. കെമിക്കൽ പാക്കിംഗ് ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ, ഹസാഡസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മനുഷ്യൻ കഴിക്കുന്ന ഗുളിക ആയിക്കോട്ടെ, ആ ഗുളിക ഉണ്ടാക്കാനുള്ള കെമിക്കലുകളായിക്കോട്ടെ, എന്തും ആവട്ടെ, എന്ത് സാധനങ്ങളും ട്രിപ്പിൾ പാക്കിംഗ് ചെയ്താണ് വിടുന്നത്. ഈ പറഞ്ഞ കാൽസ്യം കാർബൈഡ് അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത്. ഒരു കണ്ടെയ്നറിനകത്തോട്ട് തൂമ്പ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്രെയിൻ കൊണ്ടോ ഒരു JCB കൊണ്ടോ വാരി കാർബൈഡ് അങ്ങ് നിറച്ചിടുകയല്ല ചെയ്യുന്നത്. അതിനെ ഒരിക്കൽ പോലും വെള്ളവുമായിട്ട് ഒരു കോണ്ടാക്ട് വരാത്ത രീതിയിലുള്ള നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അതിനെ കണ്ടെയ്നറിനകത്ത് വെച്ചിരിക്കുന്നത്. ഇനി കണ്ടെയ്നർ ലീക്ക് ആയാൽ പോലും, കണ്ടെയ്നറിന് ഇടവഴിയൊക്കെ വെള്ളം കയറിയാൽ പോലും ഈ പാക്കുകളിലേക്ക് വെള്ളം കയറില്ല. ഇനി ഇന്ത്യക്കാർക്ക് ക്വാളിറ്റിയിൽ അത്ര വലിയ ബോധമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ എക്സ്പ്ലോഷൻ എന്നുള്ള കാര്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എപ്പോൾ കണ്ടെയ്നറിന്റെ ഡോറ് വഴി ലീക്ക് ചെയ്ത് വെള്ളം അകത്ത് കയറുന്നു, അത് കഴിഞ്ഞിട്ട് ആ വെള്ളം കെമിക്കലുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്, ഇതിനുള്ള സാധ്യത തീരെയില്ല. ഈ പാക്കിങ്ങിനെ കുറിച്ചും കെമിക്കൽ ഇൻഡസ്ട്രിയെ കുറിച്ചും ഒന്നും യാതൊരു വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പോകുന്നത്. ഈ മീഡിയയ്ക്ക്, TV ചാനലുകാർക്കും പത്രങ്ങൾക്കും ഒക്കെ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം. അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്കിലും ഇവരുടെ മുകളിൽ ചില ആക്ഷനൊക്കെ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് എന്തെങ്കിലും ഒരു വാർത്ത പറയുമ്പോൾ, വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ ആ വാർത്തയ്ക്കുള്ളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, അതോ അത് കള്ളമാണോ കള്ളത്തരമാണോ എന്താണ് പറയുന്നതെന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വേണം. എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ഇതുപോലെ വാർത്ത വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫാക്ട് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ഗവൺമെന്റ് വക്താവ് ചില കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് കുറച്ചൊക്കെ ഉപകാരം ചെയ്യും. ഇതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ യൂട്യൂബർമാരും ഈ ചാനലുകാരും ഒക്കെ ഉണ്ടല്ലോ, ഇതുപോലെ കള്ളവാർത്തകൾ പറഞ്ഞ് അവർ പരസ്യവും കൂടെ ചേർത്തിട്ട് കാശുണ്ടാക്കും. ജനങ്ങൾ മണ്ടന്മാരാകും. ആരെങ്കിലും ഇതുവരെ കൊച്ചിൻ തീരത്ത് എണ്ണ ഒഴുകി വന്ന് കണ്ടോ? എണ്ണ കുറച്ചൊക്കെ പുറത്ത് പോകും, യാതൊരു സംശയം വേണ്ട. എന്ന് കരുതിയിട്ട് ആ കപ്പലിലുള്ള എണ്ണ മുഴുവനൊന്നും പുറത്ത് പോകാൻ പോകുന്നില്ല. അങ്ങനെ എണ്ണ പുറത്ത് പോവുകയാണെങ്കിൽ ഈ കപ്പലൊക്കെ എണ്ണ തീ പിടിച്ച് കത്തേണ്ട സമയം കഴിഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. കാർബൈഡ് വെള്ളവുമായി ചേർന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ഇതിന് തീ പിടിക്കണമെങ്കിൽ ഒരു സ്പാർക്ക് വേണം, അല്ലെങ്കിൽ അവിടെ ഒരു ഇഗ്നിഷൻ സോഴ്സ് വേണം. അതില്ലാതെ ഇത് പൊട്ടിത്തെറിക്കില്ല, അതില്ലാതെ ഇത് കത്തില്ല. ഞാൻ ഈ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കൊണ്ടോ കേരളം നന്നാകാനൊന്നും പോകുന്നില്ല. ഈ ചാനലുകളുടെ മുകളിലും യൂട്യൂബർമാരുടെ മേളിലും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇതുപോലുള്ള കള്ള വാർത്തകൾ എല്ലാ ദിവസവും ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കേട്ട് കുറേ ആൾക്കാർ അതിലേക്ക് വീഴും. എന്നിട്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഫോർവേഡ് ചെയ്യും, ഷെയർ ചെയ്യും, കൂടുതൽ മണ്ടന്മാരാകും. ഇതിനൊക്കെ ഒരു നടപടി എടുക്കേണ്ടത്, ഇതൊക്കെ തിരുത്താനായിട്ട് നമ്മൾ തന്നെ തെരഞ്ഞെടുത്ത് വിട്ട സർക്കാരിനെ കൊണ്ടോ സാധിക്കുള്ളൂ. അവർ കണ്ണു തുറക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.